ഇത്രയും നേരമായി ഇപ്പൊ അതാ ഇവിടെ ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ട് മുൻപ് വരെയും ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഒക്കെ രേണു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കരമായിട്ട് കൊണ്ടിട്ടായിരിക്കാം പറയണത്. നല്ല രീതിയിൽ ഞാൻ ഉരുകിപ്പോയി ആ ഒരു അവസ്ഥയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ അത് വെച്ച് ആളെ പല പേരുകളും വിളിക്കായിരുന്നു. ഞാനതൊന്നും ചെയ്തില്ല. വേട്ടമൃഗം എന്നാ പറഞ്ഞത്. വേട്ടമൃഗം എന്ന് പറഞ്ഞാൽ അത്രയും ശക്തിയായി ക്രൂരമായിട്ട് വേട്ടയാടാൻ വരുന്ന ഒരു മൃഗം എന്നുള്ള രീതിയിലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ആളർഹിക്കുന്ന വേറെ പല പേരുകളും ഉണ്ട്. എന്നാൽ അമർഷം കൊണ്ട് പല രീതിയിലും പറയാൻ ശ്രമിക്കുന്നുണ്ട് രേണു. എന്നാലും അത് സങ്കടം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ പോയി കിടന്ന് പറയുന്നുണ്ട്. ഓരോരുത്തരോടും പറയുന്നുണ്ട് ആ വിഷമം. പറയണ സമയത്ത് ഞാൻ കരയില്ല. ഞാൻ ഇതിനപ്പുറം അനുഭവിച്ചു വന്ന ഒരാളാണ്. ഇതൊന്നും എനിക്ക് ഏൽക്കില്ല. എന്നാലും ഈ വിളിച്ച ഈ വാക്ക് എന്നെ നല്ല രീതിയിൽ വേദനിപ്പിച്ചു. എന്താ പറയാ, വളരെ വിഷമത്തോടു കൂടി പറയുന്നത് പ്രേക്ഷകരോടാണ്. മനസ്സാക്ഷിയുള്ള മലയാളി പ്രേക്ഷകർ ഇത് കാണണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. എന്റെ അവസ്ഥ, ആ വിളിച്ച കാര്യം ശരിയാണോ? നിങ്ങൾ തന്നെ പറയുന്നു. ക്യാമറയിലും നോക്കി പറയുന്നുണ്ട്. ഇപ്പൊ ബെഡ്റൂമിലാണെങ്കിലും പോയിട്ട് അടുത്ത് കിടക്കുന്ന, എനിക്ക് തോന്നുന്നു നൂറയാന്ന് തോന്നുന്നു, നൂറയോട് പറയുന്നുണ്ട്. ആ വിഷമം പറയുന്നുണ്ട്. ചേച്ചി വിളിച്ചവര് വിളിച്ചോട്ടെ, ചേച്ചി അത് കാണണ്ടാന്ന് തിരിച്ച് മറുപടി പറയുന്നുണ്ട്. അത്രമാത്രം ആയിരിക്കുമല്ലോ അങ്ങനെ ഒരു സംഭവം പറയണത്. നമുക്കാണെങ്കിലും നമ്മളെ പേഴ്സണലി ഇത്ര മോശമായിട്ട് ഒരാൾ പറഞ്ഞാൽ പറ്റുമോ? ഈ അക്ബർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം, ഈ ഒരു രീതിയിലുള്ള ഒരാളായിരിക്കുന്ന ഞാനൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ. പുള്ളി ഒരു സിംഗറാണ്. നല്ല രീതിയിൽ വരും. ഓക്കെ, എല്ലാവർക്കും കോമ്പറ്റ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടായിരിക്കും, മത്സരിക്കാൻ തന്നെയാണ് വരുന്നത്. എന്നാൽ ഇത്രമാത്രം അമർഷം ഈ രേണുവിനോട് എന്താണ്? രേണുവിനോട് മാത്രമല്ല, മറ്റേ വീഡിയോയിൽ പറഞ്ഞല്ലോ, അനുവിനെയും പറഞ്ഞില്ലേ, ആൾക്ക് ലോക പുച്ഛാണ് എല്ലാവരോടും. ഈ രേണു സുധിയെ പറഞ്ഞ സംഭവം ഒരുപാട് പേര് പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. കുറെ ക്രിറ്റിസിസംസ് അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്താണ് രേണുവിന് മാത്രം ഇത്രയ്ക്ക് ആക്രമണങ്ങൾ എന്നാണ്? അവരെ പേഴ്സണൽ കാര്യങ്ങളോ അവര് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്താണെന്നുള്ളത് അടുത്ത് എനിക്കറിയില്ല. മറ്റുള്ളവർക്ക് അത് അറിയുന്നവരുണ്ടായിരിക്കും. പക്ഷെ എങ്കിലും അവര് ചെയ്യുന്നതിൽ കുറെ ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ സംഭവം എന്ന് ആലോചിക്കുമ്പോൾ, വിധവയാണ് എന്ന് പറയുന്നു. നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ, അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, വിധവയാണ്. അവരിപ്പോ ഇതിലേക്ക് വന്നുകൊണ്ടാണ്, ഈ ഫീൽഡിലേക്ക് വന്നതുകൊണ്ട് മാത്രമല്ല, അവർക്ക് മാത്രമായിട്ട് റൂൾ ഉണ്ടോ എക്സ്പോസ് ചെയ്യാൻ പാടില്ല, അവര് മാത്രം ഇങ്ങനെ ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യേ ക്ലീശേ സംഭവം, അങ്ങനെ അവർക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ടോ? അവരുടെ ശരീരം അവർക്കത് കാണിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവരത് ചെയ്യണു. അതല്ലെങ്കിൽ എത്രയോ പേര് നല്ല രീതിയിൽ ഡ്രസ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്ത് ഗ്ലാമറസ് ആയി വേഷം ചെയ്യുന്നു. അവർക്ക് അതിനുള്ള ധൈര്യമുണ്ട്. അപ്പൊ എനിക്കൊക്കെയാണെങ്കിൽ അങ്ങനെ ഒരു വേഷം വന്നാൽ ചെയ്യാനുള്ള ധൈര്യം ഇല്ല, എനിക്കായിട്ട് സാധിക്കൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല. പക്ഷെ രേണുവിന് അത് ധൈര്യമായി ചെയ്യാൻ തന്റെ ശരീരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ രേണു ചെയ്യട്ടെ. അത് ചെയ്യുന്നതുകൊണ്ടായിരിക്കും കുറെ ക്രിറ്റിസിസംസ് വന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ട് കേട്ടോ. ആദ്യം മനസ്സിലായില്ലെങ്കിലും ഇനി ഇവരെ വെച്ച് ബിസിനസ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ ആൾക്കാരുണ്ടായിരിക്കും. രേണുവിന്റെ സമ്മതത്തോടു കൂടിയാണല്ലോ അങ്ങനെ പല വീഡിയോസും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക, റീലുകളാണെങ്കിലും ആൽബംസ് ആണെങ്കിലും ഒക്കെ. അപ്പൊ അതിലൊക്കെയും ചെറിയൊരു വരുമാന മാർഗം കണ്ടെത്തിയിട്ടായിരിക്കാം. കഴിഞ്ഞ ദിവസം ആ വീട് പണിയുടെ കാര്യം പോലും പറഞ്ഞിരുന്നു. വീടിന്റെ കാര്യം എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആരെയും ദ്രോഹിച്ച് ജീവിക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് അങ്ങനെ ആരെയും ഉപദ്രവിച്ച് ജീവിക്കാനോ പോണ ഒരാളല്ല. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുന്നു. പല രീതിയിലും ഞാൻ എന്റെ വിഷമങ്ങൾ പല സ്ഥലത്തും കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വീടിന്റെ കാര്യം പറഞ്ഞു, വീട് പിന്നെ ഉള്ള പോലെ പറയണ്ടേ എന്നും പറയുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടതാണ്. ആ വീടിന്റെ അവസ്ഥ എന്താണെന്നൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാനും ആളല്ല. പക്ഷെ എങ്കിലും ഈ ഒരു കാര്യം രേണു വളരെ വിഷമത്തോടു കൂടി അത് എടുത്തെടുത്ത് പറയാണ്. എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരിലേക്കാണ് ഞാനിത് പറയണേ, നിങ്ങളെങ്കിലും കാണണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് പറയണെന്നൊക്കെ രേണു പറയുന്നുണ്ട്. കുറെ പേര് കണ്ടിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്തായാലും വോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ. എന്റെ വോട്ട് രേണുവിനാണ് കേട്ടോ. കുറെ നാൾ രേണു നിൽക്കും, കുറെ പേരെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. എന്നാലും പേഴ്സണലി ഞാൻ രേണുവിന് വോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു കണക്ഷൻ ഇപ്പോ ഈ സംഭവം കേട്ടപ്പോൾ തോന്നി. ഏതൊരു വ്യക്തിയാണെങ്കിലും അങ്ങനെ സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ അതൊരു വിഷമം ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ അനീഷിന് വേണ്ടിയും സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദില അങ്ങനെ പീസ് ഓഫ് ഷിറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. എല്ലാവരും മത്സരിക്കാനാണ് വന്നിട്ടുള്ളത്. ഓരോ വ്യക്തികളെ കുറിച്ച് പറയുന്നതിന് ഒരു 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 ലിമിറ്റേഷൻ നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഗെയിമിനകത്ത് നിൽക്കുന്ന ആൾക്കാരെ നമുക്കൊന്നും പറയാൻ നിർവാഹമില്ല. അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് പറയുന്നത്. ഗെയിം അവസാനിപ്പിച്ച് തിരിച്ചു പോരുമ്പോൾ ഉള്ളിൽ കാണിച്ചതൊക്കെ ഫേക്ക് ആയിരുന്നു, ഞാൻ മത്സരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ, നിങ്ങളെ പേഴ്സണലി ഹേർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടല്ല എന്നും പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇവരൊക്കെ പുറത്തിറങ്ങുന്നത്. എങ്കിൽ പോലും ഓരോരുത്തരെയും സംസാരിക്കുന്നത് സൂക്ഷിക്കണം. പ്രത്യേകിച്ച് അക്ബർ ഖാൻ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നില്ല. അനുമോളെ ആണെങ്കിലും രേണു സുധി ആണെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ വളരെ മോശമാണ്. രേണുവിനെ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. രേണു ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യും. നാളെ രേണു വന്ന് ഇതുപോലെ ന്യായമില്ലാത്തൊരു കാര്യം ചെയ്താൽ അതിന് എതിർഭാഗം പറയാനും ഈ പറഞ്ഞ
പറഞ്ഞ പോലെ ഒരുപാട് പേരുണ്ടായിരിക്കും. മേ ബി എനിക്കും ചെയ്യേണ്ടി വന്നേക്കാം. തെറ്റ് തന്നെയാണ്, അത് ആര് ചെയ്തു കഴിഞ്ഞാലും. പക്ഷെ ഈ പറഞ്ഞത് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ബാക്കിയെല്ലാം പോട്ടെ, ഈ ജെൻഡറും കാര്യങ്ങളൊക്കെ പോട്ടെ, എങ്കിലും പറയാം അവരും ഒരു സ്ത്രീയാണ്. അവരും ഒരു, ഇപ്പൊ ഈ വിഡോ എന്ന് പറഞ്ഞു, വിഡോ ആയതുകൊണ്ടാണല്ലോ ഇവർ ഈ ചെയ്യുന്നതിന് ഇത്രയും ഭയങ്കര സംഭവം. വിഡോക്ക് ഇത്ര ഇങ്ങനെ എക്സ്പോസ് ചെയ്തോ ഗ്ലാമറസ് ആയിട്ടൊന്നും ചെയ്യാൻ പാടില്ല, അവരിങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കണം, അങ്ങനത്തെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ എന്താ പറയാ, ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, VT ഭട്ടതിരിപ്പാടിന്റെ കാലത്ത് തന്നെ വിധവാ വിവാഹവും സംഭവങ്ങളൊക്കെ വന്ന് അവർക്കുള്ള സ്വാതന്ത്ര്യം അറിയിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അവർക്ക് അങ്ങനെ എന്തും ചെയ്യാം. അവര് ഉപജീവനം കണ്ടെത്താനായിട്ടുള്ള ജോലി, നല്ലതെന്ന് തോന്നുന്ന എന്ത് ജോലി അവർക്ക് സമൂഹത്തിൽ ചെയ്ത് ജീവിക്കാം. അതുപോലെ തന്നെ ഒരുപാട് പേരെ സപ്പോർട്ട് കണ്ടാണ് ബിഗ് ബോസിൽ എത്തിയിട്ടുള്ളത്. അക്ബർ ഖാൻ എന്നല്ല ഒരാളും അങ്ങനെ വില കുറച്ച് രേണു സുധിയെ അവിടെ കാണേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. അവരെ പോലെയൊക്കെയും ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് രേണു പോയിട്ടുള്ളത്. രേണു എന്തായാലും വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഉള്ളുകൊണ്ട് രേണു അറിയണ്ടോന്ന് അറിയില്ല, എങ്കിലും ഒരുപാട് പേരെ സപ്പോർട്ട് ഇപ്പൊ രേണുവിനുണ്ട്. ഗെയിമിൽ ഭയങ്കര ആക്റ്റീവായിട്ട്, ഭയങ്കര എല്ലാ പ്രശ്നങ്ങളും ഇടപെടുന്ന ഒരാളായിട്ടൊന്നല്ല രേണു വരുന്നത്. നാളെ മേ ബി ഇടപെട്ടേക്കാം. രേണുവിന് നേർക്കുള്ള പ്രശ്നങ്ങൾ ഇടപെടുന്നുണ്ട്. നാളെ എങ്ങനെയാണ് ഇടപെടലുകൾ ഉണ്ടാവുക എന്നറിയില്ല. ഇതൊക്കെ ബിഗ് ബോസിന്റെ ഒരു ഫ്ലോ അങ്ങനെയാണല്ലോ. എല്ലാ പ്രശ്നങ്ങളും ഇടപെടുന്ന, എല്ലാ കാര്യങ്ങളും സ്മാർട്ടായി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണ് നിലനിൽപ്പുള്ളത്. പ്രത്യേകിച്ച് ഉള്ളിൽ നിന്നുള്ള ആൾക്കാരുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നോമിനേഷനിൽ പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഇടപെടാതെയും കുറെ പ്രശ്നങ്ങളിൽ പ്രതികരിക്കാതെയും എന്താ ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുകയാണ് ഒരു 1.5 ആഴ്ചയോളൊക്കെ ഞാനൊക്കെ അവിടെ ഇരുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ഇരിക്കാതെ സ്മാർട്ടായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ രേണുവിന് കിട്ടുമെങ്കിൽ രേണുവും കുറേ ദിവസം നിൽക്കട്ടെ, 100 ദിവസം നിൽക്കട്ടെ, കുറച്ച് പൈസയൊക്കെ കിട്ടില്ലേ. എല്ലാവരുടെയും ആവശ്യം, വരുമാന മാർഗം പണം തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെയും ബുദ്ധിമുട്ടും കാര്യങ്ങളും, ചിലർക്ക് ഫെയിം വേണ്ടി, ചിലർക്ക് പണത്തിന് വേണ്ടിയിട്ട്, ചിലർക്ക് സിനിമ വേണ്ടിയിട്ട്, ഈ പറഞ്ഞ പോലെ എല്ലാം ഒരു ചാൻസിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ചാൻസ് ഈ കച്ചിത്തുരുമ്പ് വെച്ച് മുന്നോട്ട് പോകാനാണ് വന്നിരിക്കുന്നത്. സ്വന്തം അഴുക്ക് സ്വയം എടുത്ത് വിഴുപ്പ്, സ്വയം ഉള്ള ആ അഴുക്ക് സ്വയം അലക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇനി അക്ബർ ഖാന് കഴിയട്ടെ, അത്രമാത്രമേ പറയാനുള്ളൂ. ഈ വിഴുപ്പ് നിങ്ങൾ തന്നെ പേറേണ്ടി വരും. ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും അക്ബർ ഖാൻ തന്നെ ഇതിനെ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും ആ സ്റ്റേറ്റ്മെന്റിനോട് വളരെ ശക്തമായിട്ട് തന്നെ എതിർക്കുകയാണ് രേണു സുധിക്ക് എല്ലാ സപ്പോർട്ടും. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗെയിം ഇപ്പൊ തകൃതിയായിട്ട് നടക്കുകയാണ്.